ഹലോ. എപ്പോഴും നമ്മൾ ഒരേ മോഡൽ ചെയ്യാതെ ഒന്ന് വ്യത്യസ്തപ്പെടുത്തി ചെയ്യുമ്പോഴാണല്ലേ അത് ട്രെൻഡിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രഡീഷണൽ മാലയെ ഒന്ന് ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവന്നാലോ. അപ്പോൾ നമ്മൾ വെറൈറ്റി ആക്കി ചെയ്തു എന്ന് വെച്ച് നമ്മുടെ ട്രഡീഷണൽ ലുക്ക് ഒട്ടും തന്നെ പോവാതെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു മോഡൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള പെൻഡൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് പാലക്കേട് ലോക്കറ്റോ AD സ്റ്റോൺ വരുന്ന ലോക്കറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പെൻഡൻ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം, ഇതിൻ്റെ ഭംഗി നമുക്ക് തരുന്നത് ഈ ഒരു ബെൻഡ് ട്യൂബാണ്. ഇത് ചെറിയ സൈസിലും വലിയ സൈസിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ബാക്ക് ചെയിൻ വേണം, പിന്നെ നമ്മുടെ ഗിയർ ലോക്ക് വേണം, അതുപോലെ തന്നെ ഗിയർ വയറും വേണം. നമ്മൾ ഗിയർ വയറിലാണ് ഈ ഒരു മാല ചെയ്തെടുക്കുന്നത്. അടുത്തത് നമുക്ക് നമ്മുടെ ബെൻഡ് ട്യൂബിൻ്റെ ഇടയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ സൈസിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ വലിയ ബിഗ് സൈസായിട്ട് തോന്നുമെങ്കിലും ചെറിയ ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗോൾഡൻ ബീഡും എടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഗോൾഡൻ ബീഡാണ് കേട്ടോ. ഇനി ആദ്യം നമ്മൾ ആവശ്യത്തിന് ലെങ്ത്തിൽ നമ്മുടെ ഗിയർ വയറിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് ബാക്ക് ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ടു, അതിനുശേഷം നമ്മുടെ ബാക്ക് ചെയിൻ ഇട്ടു. ഇനി നമുക്കിത് ഇതുപോലെ ബാക്ക് ചെയിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗിയർ വയർ ഗിയർ ലോക്കിലൂടെ നമുക്ക് കോർത്തെടുത്ത് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ജോയിൻ ആയിക്കോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഫ്രീ ക്ലാസ് ആണ്, നിങ്ങളുടെ ഫ്രീ ടൈമിൽ വീട്ടിലിരുന്ന് പഠിക്കാം. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോസ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ. എല്ലാവിധ ജ്വല്ലറീസും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗിയർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 4 ഗോൾഡൻ ബീഡ് ഞാൻ ആദ്യം തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ 2 ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗിയർ വയർ ബാലൻസ് ഉള്ളത് ബീഡ്സിൻ്റെ ഇടയിലേക്ക് കയറിപ്പോക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ 4 ബീഡ് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബെൻഡ് ട്യൂബ് കോർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ചോക്കർ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ലെങ്ത്തിൽ താഴേക്ക് കിടക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത്. നമ്മുടെ നെക്കിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്ത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബെൻഡ് ട്യൂബ് ഇട്ടു, അതിന് ശേഷം നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു സ്റ്റോണിൻ്റെ സെൻറ്ററിൽ റെഡ് വന്നിരിക്കുന്ന കാരണം റെഡ് ക്രിസ്റ്റൽ ബീഡാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ക്രിസ്റ്റൽ ബീഡ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കൈ മുറിഞ്ഞത് ഇവിടെയാണ്. നഖത്തിൻ്റെ ഒരു കഷ്ണം ഞാൻ ചെത്തി കളഞ്ഞു. അത് കൂടെ കയറിയ കാരണം ഭയങ്കര പെയിനായിരുന്നു. ഇപ്പോഴും പെയിൻ മാറിയിട്ടില്ല കേട്ടോ. കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ വേദനയുണ്ട്. ഉള്ളിൽ ശരിക്കും ഉണക്കായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ബാൻഡേജൊക്കെ മാറ്റി, ബാൻഡേജ് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബാൻഡേജൊക്കെ മാറ്റി കയ്യിലിങ്ങനെ പിടിക്കുമ്പോഴൊക്കെ ചെറിയ വേദന ഉണ്ട് ഇപ്പോഴും. അങ്ങനെ പോണു. കുറേ പേര് വന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. കുറവായി വരുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളിനി ബെൻഡ് ട്യൂബ് വീണ്ടും കോർത്ത് ക്രിസ്റ്റൽ ബീഡ് കോർത്ത് വീണ്ടും ബെൻഡ് ട്യൂബ് കോർത്ത് അങ്ങനെ ഒരു 3 ബെൻഡ് ട്യൂബ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ക്രിസ്റ്റൽ ബീഡ് തന്നെ നിങ്ങൾ എടുക്കണം, എങ്കിൽ ആ ബെൻഡ് ട്യൂബിൻ്റെ ഇടയിൽ വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പെർഫെക്ഷനും ഒരു ഭംഗിയും കിട്ടുള്ളൂ. വലുതെടുക്കുമ്പോൾ ആ ക്രിസ്റ്റൽ ബീഡിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും, അതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡിലെ ബെൻഡ് ട്യൂബ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡൻ്റാണ് കോർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്രിസ്റ്റൽ ബീഡ് ഇടാതെയും പെൻഡൻറ്റ് കോർത്ത് കൊടുക്കാം. ക്രിസ്റ്റൽ ബീഡ് ഇടാതെ നമ്മളിതാ ഈ ഒരു ബെൻഡ് ട്യൂബ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് പെൻഡൻറ്റ് കോർത്ത് കൊടുക്കാം. പക്ഷേ അതൊരു ഭംഗിയില്ല. ഞാൻ കോർത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊരു ഭംഗിയില്ല. അപ്പോൾ നമ്മളിത് ഇവിടെ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ടിട്ടാണ് നമ്മുടെ പെൻഡൻറ്റ് കോർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇടുക. ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് വീണ്ടും ബെൻഡ് ട്യൂബ് കോർത്ത് കൊടുക്കുക. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു സെൻറ്ററിൽ പെൻഡൻറ്റിനെ കോർക്കുന്നത്. ഈ ബെൻഡ് ട്യൂബ് ചിലപ്പോൾ ഒരു സൈഡിലൂടെ നമുക്ക് കോർക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതിന് ഓപ്പോസിറ്റ് സൈഡിലൂടെ കോർത്താൽ മതി, അത് കറക്റ്റായിട്ട് കിട്ടും. ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലൂടെ കോർക്കുമ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതേ നമ്മുടെ സെൻറ്ററിൽ ഇനി ഇത് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ഒറ്റ പെൻഡൻറ്റ് വെച്ചിട്ട് ബാക്കി നമ്മൾ ഈ ഒരു സൈഡിൽ ചെയ്ത പോലെ ചെയ്തിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും. അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ രീതിയിലല്ല 3 പെൻഡൻറ്റ് തന്നെ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബെൻഡ് ട്യൂബ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ക്രിസ്റ്റൽ ബീഡ് ഇട്ടു, നമ്മുടെ ആ പെൻഡൻറ്റ് ഇട്ടു, വീണ്ടും ക്രിസ്റ്റൽ ബീഡ് ഇട്ടു, അതിന് ശേഷം ബെൻഡ് ട്യൂബ് ഇട്ടു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ 3 എണ്ണം ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയാണ് ഫിനിഷിങ് വരുമ്പോൾ. ആ റെഡ് തന്നെ ഇടാൻ ശ്രമിക്കുക. ഗ്രീൻ ഇട്ടാൽ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം ഡാർക്ക് ഗ്രീനാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് ക്രിസ്റ്റൽ ബീഡിൽ കിട്ടണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഭംഗി മുഴുവൻ പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡ് തന്നെയാണ് എടുത്തത്. നിങ്ങൾ ഏത് പെൻഡൻറ്റിൽ ഏത് സ്റ്റോണാണോ വരുന്നത് അതിന് മാച്ച് ചെയ്തെടുക്കുകയായിരിക്കും കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നുന്നു. ഞാൻ വേറെ കളറൊന്നും യൂസ് ചെയ്ത് നോക്കിയില്ല കേട്ടോ. മോഡൽ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കും ഭംഗിയുണ്ടോ ഇല്ലയോ എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു കളറാണ് ഭംഗിയായിട്ട് തോന്നിയത്.
പിന്നെ ക്രിസ്റ്റൽ ബീഡിൻ്റെ സൈസ് വന്നിട്ട് 3 ആണ്. നിങ്ങൾക്ക് വീഡിയോയിൽ അത് എങ്ങനെയാണ് വലുതായിട്ടാണോ ചെറുതായിട്ടാണോ തോന്നണതെന്ന് എനിക്കറിയില്ല. 3 ബീഡാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. അതൊരു നമുക്ക് ബീഡ് ഇട്ട് നോക്കുമ്പോൾ അറിയാം. അത് ആ ഒരു ബെൻഡ് ട്യൂബിൽ കറക്റ്റായിട്ട് നിൽക്കണം, എങ്കിലാണ് അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ സ്റ്റോൺ പെൻഡൻറ്റ് കോർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ചെയ്ത പോലെ തന്നെ 3 ബെൻഡ് ട്യൂബ് കോർത്ത് അവസാനിപ്പിക്കണം. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത ഗോൾഡൻ ബീഡ് 4 കോർത്ത് കൊടുക്കണം. കേട്ടോ, ഇതേ രീതിയിലാണ് വരുന്നത്. നെക്കിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെയും സാരിയുടെയും പട്ടുപാവാടയുടെയും ഒക്കെ ഒപ്പം നമ്മളിത് വിയർ ചെയ്യുമ്പോൾ നല്ല ഭംഗി, ആ ഒരു ട്രഡീഷണൽ ലുക്ക് കറക്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു പാലക്ക നാഗപടമൊക്കെ നമ്മുടെ കഴുത്തിൽ കിടക്കുമ്പോൾ കിട്ടുന്ന അതേ ഒരു ഭംഗി നമുക്ക് ഈ ഒരു മാല കിടക്കുമ്പോഴും കിട്ടും. ഇനി നമ്മളിതിൽ സെൻറ്ററിൽ സ്റ്റോൺ ഇല്ലാതെ ബെൻഡ് ട്യൂബും ക്രിസ്റ്റൽ ബീഡും മാത്രമായിട്ട് ചെയ്താലും നല്ല ഭംഗിയാണ്. ഞാനതൊരു അടുത്ത ഷോർട്സിൽ കാണിച്ചു തരാം കേട്ടോ. ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെയായാലും അറിയുണ്ടാവും. അതിൻ്റെ ആ ഒരു ഭംഗി അടുത്ത ഷോർട്സിൽ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഷോർട്സും കാണാൻ മറക്കരുത്. ഷോർട്സിലൊക്കെ നമ്മൾ ഒരുപാട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മാലകളും ബ്രേസ്ലെറ്റുകളും കമ്മലുകളും ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റാത്തത് നമ്മൾ ഷോർട്സ് ആയിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം ഷോർട്സുകളും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്മലുകളൊക്കെ ഒരുപാട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചാനലിൽ കയറി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതേ നമ്മളിനി ആദ്യം നമ്മൾ ലോക്ക് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഗിയർ വയറും ഗിയർ ലോക്കും കൂടി ചെയിൻ ബാക്കിൽ കണക്ട് ചെയ്യുന്ന ചെയിനും കൂടി ഇട്ടിട്ട് ലോക്ക് ചെയ്ത്, അപ്പോൾ ലോക്ക് ചെയ്യുമ്പോൾ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് വേണം കേട്ടോ നിങ്ങൾ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്ത ബീഡിലേക്ക് കയറ്റി നിർത്താനും പറ്റും. അപ്പോൾ പിന്നെ ആ ഒരു ത്രെഡൊന്നും പുറത്തേക്ക് കാണില്ല. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കാത്തത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരൊന്ന് വീഡിയോ ഒന്നും കൂടി ബാക്ക് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഹെയർ ആക്സസറീസിൻ്റെ പെയ്ഡ് ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ മുകളിൽ കൊടുക്കാം, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കിറ്റ് അടക്കമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.